അവരെ വിളിച്ചില്ലെന്നേ. ഏഴ് മണിക്കാണ് എണീറ്റ് വരുന്നേ. 7 മണിക്ക് സ്കൂളിൽ പോണ്ടവള്. കുറച്ചെടുത്ത് വെക്കാം. സമ്മതിക്കല്ലേ ടീച്ചർ മാല കിടന്നു. ദേശീയ മെസ്സേജുണ്ട് കേട്ടോ. എന്റെ ദേശീയ വെയിറ്റ് ചെയ്യുന്നു. കാലില്ല. അത് എവിടെയാ എവിടെയാ പോയേ? ഹലോ അപ്പ അപ്പ കാണില്ല. എന്തിനാണ് അവളുടെ പൈസ വന്നു. കണ്ടില്ലടി ആ ചേച്ചി. കാക്കയെല്ലാം ഇറങ്ങിയല്ലോ. ആ ഷാമ്പൂടെ ബസ് ഇപ്പം വരും. ആ ഒരു ചേട്ടാ. ആ അറിയത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ലേ. അല്ല പിന്നെ വേറെ. അപ്പ അയ്യപ്പൻ ബൈക്കില്ലേ? അപ്പ അയ്യപ്പൻ ബൈക്കില്ലേ? ബസ് വന്നു നീ പോകും. അമ്മ എൻ്റെ അച്ഛൻ മരിച്ചോ? ചോദിച്ചിട്ടാണ് സൈറ്റ് പിടിക്കുക. അതുകൊണ്ട് പോകാതിരിക്കാനും പറ്റില്ല അല്ലേ. അത് പോകാൻ നിർത്തും. പോവാണേ.
ഇല്ലേ ആ കൊച്ചിനെ കയറ്റി വിട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണൻ എന്നാ പറഞ്ഞു? കൃഷ്ണൻ എന്നാ പറഞ്ഞു? കൃഷ്ണൻ പറഞ്ഞു ശ്യാമളോട് കുളിച്ച് വല്ലപ്പോഴും എങ്കാലം എൻ്റെ അടുത്ത് ഒരു വാണെങ്കിൽ ഒന്ന് അനുഗ്രഹിച്ചു വിട്ടേക്കാം. രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പറഞ്ഞു. ഇന്നലെ ഞാനോർക്കാം ദൈവമേ ഇന്ന് പിന്നെ ആയില്ല ഇന്നലെ ആയിരുന്നു ദൈവോടെ. വേറെ കാര്യം ഏറ്റവും തുപ്പ ശ്യാമളമ്മ രാവിലെ. അത് നീ എടുത്തോളൂ ആരാണി എന്നത്തിന് അവിടെ ചെരുപ്പ് മറ്റേ പോയിട്ട് ആരുടെ പോയേ? ആരാണ്ട് ചെരുപ്പ് കൊണ്ടുപോയായിരുന്നു. ചാരണൊക്കെ ഇടുന്നുണ്ടല്ലോ. അതിന് എവളെന്നാ പിന്നെ കല്യാണത്തിന് വല്ല പോവല്ലേ? അവളുടെ സ്വന്തം കല്യാണത്തിന്. എന്നാ എടുത്ത് കൊടുക്ക്. പക്ഷെ വേറൊരു പ്രശ്നം അല്ല, ചൂല് കണ്ടിട്ട് പോകുന്നത് നല്ലതാണ്. അതാ ചൂലൊക്കെ സമ്മതിച്ചു. പക്ഷെ അത് വേറൊരു വിഷയമുണ്ട് ഇവിടെ. എൻ്റെ കാശ് തന്നാ മര്യാദയ്ക്ക് ശ്യാമള. ഇതിനപ്പം വരാൻ പേടിയോ? കടുവ പുലി സിംഹം സായിപ്പന്മാരോ ആല് ഓട്ടം പോയി ഞാനോട് ചോദിക്കുന്നത് കാഴ്ചമാരോ ഇവിടെ ഇവിടെ മാറിയോ? ആ നീ ഓട്ടോ വിളിച്ചേക്കെ. നീ എവിടെ പോയോ? അവരെ കാണണമായിരുന്നു. അവിടെ കണ്ട് എന്നാ പറഞ്ഞു? അവരെ കണ്ടിട്ട് അവര് പറയുന്ന അവർ ഇതെല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാല് ഒരു ദിവസം ഈ തെറാപ്പി എടുക്കുമ്പോൾ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. ഇതുപോലെ ചെയ്യും ഇവളുടെ ഇതെല്ലാം നോക്കണം, മനസ്സിലാക്കിയിട്ട് അതിന്റെ വേണം. ഇവക്ക് വേറെ ബീറ്റി എന്ന് പറഞ്ഞ സാധനം കൂടുതൽ എടുക്കേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. കാലിന്റെ സാരമില്ല, ഒന്നരാടനായാലും അല്ല ആഴ്ച 2 ദിവസം കൊടുത്തിട്ട്. മറ്റേന്ന് പറഞ്ഞ ഇവളുടെ ബിഹേവിയറിന്റെ എന്ന് പറഞ്ഞാൽ താമസിച്ചെടുത്തുകൊണ്ട് ഭയങ്കര ഒരു ഇവളെ മാറ്റിയെടുക്കണമെങ്കിൽ 1-2 വർഷം വേണ്ടി വരും. ഇപ്പം നിർത്തിയ വീണ്ടും ഡൗൺലോഡ് പോയി. ഇപ്പം ഇങ്ങനെ ബാലൻസ് ചെയ്ത്, പക്ഷെ അവിടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവിടെ ആകുമ്പം കുറേ പ്രശ്നങ്ങൾ, ഈ തലക്കെട്ടടി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെയില്ലേ, അതൊക്കെ കുറച്ച് ഇതുണ്ട്. പിന്നെ അവൾ ഭയങ്കര ഷോ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് ചെയ്യരുന്ന് നമുക്ക് അത് ഇഷ്ടമില്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മളെ രസിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൾ പകുതി ചെയ്യുന്നത്, അല്ലാത്ത പ്രശ്നങ്ങളല്ല അവൾക്ക്. അതൊന്ന് മാറ്റിയെടുക്കുന്ന കേസാണ്. അപ്പം ഈ വ്യാഴാഴ്ച എങ്ങാനും വിളിക്കുമ്പം 2 പേരും അവിടെ നിന്ന് വരണം. ഈ തെറാപ്പികൾ മൊത്തം ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് നമ്മൾ വിളിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. നീ എന്നെ അങ്ങോട്ട് വെച്ചേ. ഈ തൊണ്ടയ്ക്കമ്മ വേദന ഉണ്ട്, ചെറുതായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അമ്മയുടെ അത് ഇതുണ്ടോ അമ്മ? നാരങ്ങ ഉണ്ടോ?
അവള് രാവിലെ പോയി. അവളെ എൻ്റെ കൂടെ അല്ല കൊണ്ടുവന്നാൻ വരുന്നത്. നാരായണിക്ക് നാരായണിക്കല്ല, നാരങ്ങ വെള്ളം ഉണ്ടോന്ന് ചോദിച്ചാൽ. അല്ല, നാരങ്ങ ഉണ്ടോന്ന് ചോദിച്ചാൽ. ഇതുണ്ട് എന്താ വിഷം പോലിരിക്കുന്നത്. ഇതൊക്കെ നാരങ്ങ വെള്ളം ഇട്ട് കൊടുത്തിട്ട് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ശ്യാമളമ്മ രാവിലെ ഉപ്പാവ് വന്നിട്ടാണോ തലകറക്കെന്ന് പറഞ്ഞേ ചേട്ടായിക്കുന്ന? അല്ല, നാരായണിക്ക് തലവേദനയായിട്ട്. തലവേദന അല്ല, അവള് പറഞ്ഞ രാവിലെ അവൾക്ക് തൊണ്ടയ്ക്ക് വേദന, രാവിലെ തൊണ്ടയ്ക്ക് വേദന ഉണ്ടോന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അവളെ വന്നു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പനിച്ചെന്ന് തന്നെ, കുറച്ച് നേരത്തേക്ക്. പിന്നെ അങ്ങോട്ട് തല ഭയങ്കരമായിട്ട് കിടന്ന് കറങ്ങുമായിരുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞ വരുവാണെങ്കിൽ കൊണ്ടുവരാമെന്ന്. ഞാൻ പറഞ്ഞു വീടെടുത്തണം. അപ്പോൾ ടീച്ചർ അന്ന് പപ്പ മരിച്ചു വന്നായിരുന്നു ടീച്ചർമാരൊക്കെ. ഞാൻ പറഞ്ഞു ആ വീട്ടിലോട്ട് വിട്ടേക്കാവോ എന്ന് ചോദിച്ചു. അപ്പം നടന്ന് എങ്ങനെയാ ഓട്ടോയ്ക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊച്ചു വരുന്നുണ്ടെന്ന്. അപ്പോൾ വിളിച്ചമ്മ വന്നെന്ന് പറഞ്ഞു. അറിയാവുന്ന ഓട്ടോയിൽ അവർ കയറ്റി വിട്ടേ. അപ്പൊ ഈ സ്കൂളിൽ അറിയാവുന്നേ, അങ്ങനെ ചുമ്മാ കയറ്റി വിടാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് അറിയാം. അവിടെ കയറി വിട്ട് അവള് വന്നിപ്പോ. അവള് ഞാൻ പറഞ്ഞു എങ്ങനെയാ, ഞാൻ പറഞ്ഞു ഇവിടെ കിടക്കാൻ പറഞ്ഞു. സ്കൂൾ കുറേ വേണേ നാളെ സ്കൂളിലോട്ട് അവിടെ നിന്ന് പോകാമല്ലോ. ആ കിടക്കട്ടെ. ശ്യാമളമ്മ പറഞ്ഞു, ശ്യാമളമ്മ വിളിച്ചോണ്ടിട്ടാണ്. എവിടെ സ്കൂളിൽ നിന്ന് ഒരു വളവ് പോലും ഇല്ല സ്കൂളിലോട്ട്. ശ്യാമളമ്മയ്ക്കല്ല വയ്യാത്ത ശ്യാമളമ്മയ്ക്ക് അമ്മയ്ക്ക് നാരായണി വേണം. അല്ല വയ്യാത്ത എന്നാന്ന് ചോദിച്ചത്. ഇതൊക്കെ എന്നാണ് വയ്യാഴിക? ആശുപത്രി പോകാം, ഓട്ടോ വിളിക്കാം, നമുക്ക് മെഡിക്കൽ ടെസ്റ്റ് വരെ പോയിട്ടാ. ചുണ്ടുമണിക്ക് എന്നാ വയ്യാഴിക? ചുമ്മാ ഇരുന്ന് റീൽസ് കണ്ട് ഇതിന് തല ഇറങ്ങി, കണ്ണ് കാണത്തില്ല ഇപ്പൊ. ചേട്ടായിക്ക് തല ഇറങ്ങി, അത് പറയാം എന്ത് കാര്യട്ടാ ചേട്ടായിക്ക്? എനിക്ക് പ്രഷർ കുറയുന്നാവും. എനിക്ക് നല്ല ഉപ്പ് പഞ്ചസാരയെ വേണ്ട കേട്ടോ, ഉപ്പ് മാത്രം മതി. നാരായണി അപ്പൊ ഇന്ന് വരത്തില്ലല്ലേ? നാരായണി ഇന്ന് വീട്ടിലാ. നാളെ വരും. അവിടെ നിന്ന് പോകും. നാളെ കുറവുണ്ടെങ്കിലോ? കുറവില്ലെങ്കിൽ എന്നാ പിന്നെ വന്നാ പറയാന്നോ? പാലെടുക്കണോ അല്ലേ? ആ എന്നാ എടുത്തോ, അതെടുത്തോ. അങ്ങോട്ട് വെക്കോട്ടെ. ഒന്നുമില്ല. ഇല്ലേ വെള്ളോ? ഇങ്ങനെ വെള്ളം കുടിച്ചില്ലേ? പിന്നെ ഇല്ലേ? തീർന്നോ? ആര് കുടിച്ചു? ആഹാ, എന്നാ വീട്ടിൽ പോയിട്ട് കുടിക്കാം. വാ. സ്കൂളിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് കുടിച്ചില്ലേ? ആ ഇത് ഏതാണോ സ്ഥലം? എനിക്കറിയത്തില്ല എവിടെയാണ്. പിന്നെ വന്നേടി എന്നോടി പൊന്നെ, എന്നോടി പൊന്നെ, ഇത് എവിടെയാണ് സ്ഥലം? എന്നെ കുത്താടി. സമയം എന്നറിയാം നിനക്ക്? നീ ഇന്ന് എത്ര മണിക്കാടി വന്നേ? 6:15. വീട്ടിലുണ്ട് ഉണ്ട്. നാരായണി ഇല്ലടി. നാരായണിക്ക് പനി ആയതുകൊണ്ട് അന്തേറ്റിലോട്ട് പോയി.
തലകറക്കോ പനിയോ എന്തൊക്കെയോ എൻ്റെ അഞ്ചാറ് പോയി. നാളെ അവിടെ സ്കൂളിൽ നിന്ന് പോകാമെന്ന് വെച്ചിട്ട് സ്കൂളിൽ നിന്ന് അങ്ങോട്ട് പോയി. ചേച്ചിക്ക് ക്ലാസ് ഉണ്ടോ? ചേച്ചി ക്ലാസ്സിന് പോയതല്ലേ. അപ്പോൾ എൻ്റെ ക്ലാസ്സിന് പോയപ്പം സ്കൂളിൽ വെച്ച് എന്തോ തലകറങ്ങോ പനിയോ ഒക്കെ ആയിട്ട് തത്തിരങ്ങോട്ട് വിട്ട് അവർ ഓട്ടോ വിളിച്ച് പോയി. ആരുടെ നടത്തില്ല, ആരുടെയോ ഓട്ടോയിൽ. താമസിച്ചേ എന്താ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിങ്ങ് പോകുന്നുണ്ടല്ലോ പോരുന്ന സുന്ദരിയെ കാണാത്തോണ്ട്. വെള്ളം കൊച്ചത് കൊള്ളുമില്ലേ? കുടിച്ചു തീർത്തു. എന്തോ മണം. ആ മണോ പാമ്പ് വിളിക്കുന്ന മണമെന്ന് പറയും. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആർക്കാ ആഴകാലായില്ലടി. തിരക്കായിരിക്കും. അയ്യപ്പന്മാരുടെ തിരക്കല്ലേ റോഡിൽ. വണ്ടി ഓടി എത്തുകയല്ല. പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അല്ല വേറെ ആരും ഉണ്ട്. സലാമണ്ണനെ കണ്ടില്ലടി, കണ്ടേ ഇല്ല. ചോറുണ്ട്, മീൻ വറുത്തതുണ്ട്, പുട്ടുണ്ടോ നോക്കാം. കുറച്ചുണ്ട്. കുറച്ച് നാരായണ ചേച്ചി വീട്ടിലില്ല കേട്ടോ. ചേച്ചിക്ക് പനി ആയതുകൊണ്ട് ഏതാറിവിലോട്ട് പോയേ. കൊച്ചച്ഛൻ എന്നെ ചെരുപ്പ് വെച്ചിട്ടത്. ഹലോ എന്നാ എന്നാ വണ്ടി വന്നു. ആ അത് വേണ്ട. പൊടി പൊടി അവള് കൊണ്ടിരുന്നായിരിക്കും ഇവിടെ. എന്തോ ഒരു ചീഞ്ഞ നാറ്റം ഉണ്ടല്ലോ ഇവിടെ. എലിയാന്ന് തോന്നുന്നു. എന്നാ ചെരുപ്പനല്ലേ തിരിച്ചിട്ടേക്കുന്നത്? സ്റ്റൈലാണോ? ക്രിസ്മസ് നക്ഷത്രം.
മോന്റെ കുപ്പിയിലില്ലായിരുന്നോ? വാ. വെള്ളം പറ്റാ അന്ന് വിട്ടല്ലേ എടുത്ത് കുട്ടിയില്ലേ? ഇങ്ങനെ താമസം എടുത്തോളാം. എന്റെ പൊന്നു വേണം അമ്മയ്ക്ക് വെള്ളം തരാതെ. ഓ എന്റെ പൊന്നു അവിടെ എങ്ങനെയാണ് ഇത്ര നേരം തീ വെക്കാൻ മതി. അങ്ങോട്ട് പോക്കും അമ്മയ്ക്ക് അവിടെ നിന്ന് വെള്ളം എടുത്ത് തരാം. അങ്ങോട്ട് പോക്കും. ചെരുപ്പ് പോര്, ചെരുപ്പ് വിടൂ പോര്. വിട്ടോ പൊക്കോ. അത് പിന്നെ വരാം, പൊക്കോ. ഇനി ജയ വിളിക്കാൻ ആൾ പോണോ? വന്നോ? ഞാൻ ഓർത്തിന് നിന്നെ വിളിക്കാൻ പറഞ്ഞായിരിക്കുമെന്ന് ഞാൻ. വണ്ടി ഇത്ര ലോഡ് എടുക്കരുത്, കുറച്ചെടുക്കണം, അപ്പം കയറും. വണ്ണമില്ലെന്നുള്ള പരാതിയില്ലാതെ ഇപ്പം തീർന്നില്ലേ? മുള്ളാനങ്ങ് വന്നു പേടിച്ച് മൂത്രം കഴിക്കുമല്ലേ.